ഇന്ന് നമുക്കൊരു ഹോട്ട് മിൽക്ക് കേക്ക് ഉണ്ടാക്കാം. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് ബീറ്ററൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ അത് ഉണ്ടാക്കാൻ പറ്റും. ഈസിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദ ലെവൽ ചെയ്തെടുത്ത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി ലെവൽ ചെയ്തെടുത്ത 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ തോട് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നേരത്തെ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര ലെവൽ ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി മുട്ടയും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു വിസ്കാണ് ഉപയോഗിക്കുന്നത്. ആ വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇവിടെ ബീറ്റർ ഉപയോഗിക്കുന്നില്ല, വിസ്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. നേരത്തെ അവിടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയും പഞ്ചസാരയും എടുത്ത ആ ബൗള് ഈ പാത്രത്തിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കണം. ആ ബൗൾ ഇറക്കി വയ്ക്കുമ്പോൾ അതിലേക്ക് വെള്ളം തട്ടാത്ത വിധത്തിലുള്ള പാത്രത്തിൽ വേണം വയ്ക്കാനായിട്ട്. എന്നിട്ട് കൈ എടുക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ മിക്സ് ചെയ്താൽ മതി. തുടരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, കൈ എടുക്കാതെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. വളരെ കുറച്ച് സമയം മതി, 2 മിനിറ്റൊക്കെ മിക്സ് ചെയ്താൽ മതി. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടണം. അതുവരെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ വൈറ്റ് കളർ പോലെ ആയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി മെൽറ്റ് ആവാതെ കിടക്കുന്ന ബാക്കിയുള്ള പഞ്ചസാരയും കൂടി മെൽറ്റായി വരുന്നിടം വരെ വിസ്ക് വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം കുറച്ച് നേരം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഒരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഒരു വൈറ്റ് കളറായി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്ത് നേരത്തെ മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിരുന്നത് ഇപ്പോൾ ഒരു അരിപ്പ് വെച്ച് ഒരു പ്രാവശ്യമായിട്ട് തന്നെ ഇതിലേക്ക് അരിച്ച് ചേർത്തിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, എന്നാലും സാരമില്ല, പയ്യെ അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അരക്കപ്പ് പാൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രാം ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാലും ബട്ടറും കൂടി ഞാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തിളച്ച് വന്ന പാൽ അതേ ചൂടോട് തന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം ഒന്ന് പതുക്കെ മിക്സാക്കി കൊടുക്കാം. ഇനി ബാക്കി ഇരിക്കുന്ന എല്ലാ പാലും കൂടി അതിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ബട്ടറൊക്കെ തേച്ച് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരുന്ന ഒരു ലോഫ് പാനിലേക്ക് മിക്സായി വന്ന ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഒരു സ്ക്വയറോ പപ്പടം കുത്തിയോ വെച്ച് പതുക്കെ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയാണ്. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ കേക്ക് ടിൻ റെഡിയാക്കി വെക്കണം. ഇവിടെ 8 ഇഞ്ചിന്റെ ടിന്നായിരുന്നു വേണ്ടിയിരുന്നത്. ഞാൻ എടുത്തത് 7.5 ഇഞ്ചിന്റെയാണ്, കുറച്ച് ചെറുതായിപ്പോയി. എയർ ബബിൾസ് എല്ലാം പോയി കിട്ടാൻ വേണ്ടി കേക്ക് ടിൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഞാൻ കേക്ക് ടിൻ എടുത്തു വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഓവനിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചു. 30 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ചെക്ക് ചെയ്ത് വളരെ സോഫ്റ്റ് ആയി ടേസ്റ്റ് ആയിട്ടുള്ള 7.5 ഇഞ്ചിന്റെ മോൾഡ് എടുത്തതുകൊണ്ടാണ് എനിക്ക് കേക്കിന്റെ മുകൾ ഭാഗം പൊട്ടിപ്പോയത്. 8 ഇഞ്ചാണ് വേണ്ടത്. റൗണ്ട് ആയാലും സ്ക്വയർ ആയാലും ഏത് ടിന്നായാലും 8 ഇഞ്ചിന്റെ എടുക്കുക. ഓവനും ബീറ്ററും ഒന്നും ഇല്ലെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഹോട്ട് മിൽക്ക് കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാം. സ്റ്റൗ ടോപ്പിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രം ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം കേക്ക് ടിൻ ഇറക്കി വെച്ച് 30 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുക. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.